ഓക്കെ, നമ്മളിവിടെ എക്സലില് ജസ്റ്റ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്കുകൾ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ മെയിനായിട്ട് ഈ ഡാറ്റ എന്ന് പറയുന്ന ടാബാണ് ഇത് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യം കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഡാറ്റ എന്ന് പറയുന്ന ടാബിലെ കുറച്ച് കമാൻഡുകളാണ്. അപ്പോൾ ഹോം ഏകദേശം മൈക്രോസോഫ്റ്റ് വേർഡിലെ പോലെ തന്നെയാണ്. ഹോമിനകത്ത് വരുന്ന കാര്യങ്ങൾ അതിനകത്ത് ഒരു 70% നമ്മൾ ഓൾറെഡി അറിയുന്നതും അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇൻസേർട്ടും അതുപോലെ തന്നെ പിക്ചർ ടേബിളൊക്കെ സെയിം. അതിൽ ചാർട്ടുകൾ കുറച്ച് വരുന്നുണ്ട്, ചാർട്ടുകൾ. പിന്നെ പേജ് ലേഔട്ട് ഇതൊക്കെ നമ്മൾ പറയും, അല്ല ഞാൻ പറയും ഇതൊക്കെ നമ്മൾ പറയും. പക്ഷേ നമുക്ക് മെയിനായിട്ട് നമ്മൾ പുതുതായിട്ട് പഠിക്കേണ്ട കുറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഡാറ്റാസിലാണ് വരുന്നത്. ഫോർമുലാസ് വളരെ ഒരുപാട് ഫങ്ഷൻസ് അതിനകത്ത് വരുന്നുണ്ട്. അതിനകത്ത് നമ്മളിപ്പോൾ കുറച്ച് ഫങ്ഷൻസ് പറഞ്ഞു, പിന്നെ അതിനകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ടാവും. അതുപോലെ റിവ്യൂ വേർഡിലെ പോലെ തന്നെയാണ് റിവ്യൂ. അതിനകത്ത് വേർഡിനകത്ത് നമ്മൾ പേജ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ നമ്മൾ എക്സലിനകത്ത് ഓരോ ഷീറ്റുകളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഡാറ്റ എന്ന് പറയുന്ന ടാബാണ് ഡാറ്റ ടാബിനകത്ത് ഫസ്റ്റ് നോക്കാൻ പോകുന്ന കമാൻഡ് എന്ന് പറഞ്ഞാൽ സോർട്ടാണ്. സോർട്ട് നമ്മൾ എങ്ങനെയാണ് സോർട്ട് ചെയ്യുന്നത്? അസെൻഡിങ് ഓർഡറിലാണോ, ഡിസെൻഡിങ് ഓർഡറിലാണോ, അല്ലെങ്കിൽ ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് ആണോ, സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് ആണോ? അതായത് ലെറ്റേഴ്സ് ആണെങ്കിൽ അസെൻഡിങ് എന്ന് പറഞ്ഞാൽ എ ടു സെഡ്, ഡിസെൻഡിങ് എന്ന് പറഞ്ഞാൽ സെഡ് ടു എ. അതുപോലെ തന്നെ നമ്പറിൻ്റെ കേസിൽ നമുക്കിതുപോലെ ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ്, വലുതെന്ന് ചെറുതിലേക്ക്, സ്മോളസ്റ്റ് ടു ലാർജ്, ചെറുതെന്ന് വലുതിലേക്കൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ടേബിളിനകത്ത് ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ടേബിളിനകത്ത് ക്ലിക്ക് ചെയ്താൽ ടേബിൾ സെലക്ട് ആവും. സോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, സോർട്ട് കമാൻഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സോർട്ട് ബൈ എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ടേബിളിനകത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള എല്ലാ ഹെഡിങ്സും കാണിക്കും. ഞാൻ അതിൻ്റെ നെയിമാണ് സോർട്ട് ചെയ്യാൻ പോകുന്നത്. നെയിം എ ടു സെഡ് വേണോ സെഡ് ടു എ വേണോ ചോദിക്കും. നമ്മൾ എ ടു സെഡാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പം നിലവിൽ നമ്മുടെ ടേബിളിനകത്ത് ആദ്യം ഫാസിൽ, പിന്നെ അജിത, പിന്നെ മനു, പിന്നെ ഗീത, പിന്നെ അജയ് ഒക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സോർട്ട് ചെയ്യുമ്പോൾ ആദ്യം എയിൽ തുടങ്ങുന്ന കുറേ പേരുകൾ വരും, പിന്നെ ബിയിൽ തുടങ്ങുന്ന കുറേ പേരുകൾ വരും, പിന്നെ സിയിൽ തുടങ്ങുന്ന കുറേ പേര്, പിന്നെ ഡിയിൽ തുടങ്ങുന്ന കുറേ പേരുകൾ വരും. അപ്പോൾ ഞാനിവിടെ എ ടു സെഡാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് അങ്ങനത്തെ തന്നിട്ടുണ്ട്. സോർട്ട് ഓണിൽ ഒന്നും ചെയ്യേണ്ട. അപ്പോൾ സെല്ല് കളർ, ഫോണ്ട് കളർ, സെല്ല് ഐക്കൺ എന്നൊക്കെ പറയുന്നത് ഞാൻ വാല്യൂസ് തന്നെ വെച്ചിട്ടുള്ളത്. ഓക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചു. ഓക്കെ, അവിടെ മനസ്സിലാവും. ആദ്യം അജയ്, എ ജെ ഫസ്റ്റ് വരും, പിന്നെ എ ജെ എ കഴിഞ്ഞാൽ എ ജെ ഐ, അജിത്ത് രണ്ടാമത്തേത്. പിന്നെ ബിയിൽ പേരില്ല, അപ്പോൾ ദാസ് വന്നു, ദാസ് ഡി ആണ്. ഇ ഇല്ല, എഫ്, ഗീത, ജീന, കിരൺ. ആ ഒരു ഉള്ളതിനനുസരിച്ച് ഓർഡറിൽ വരും, എ ടു സെഡ് ഓർഡറിൽ വരും. നമുക്ക് കൂടുതലും നമുക്ക് നെയിംസ് അസെൻഡിങ് ഓർഡറിലായിരിക്കും ആവശ്യം വരിക. ഈ ഡിസെൻഡിങ് ഓർഡറിൽ ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ എ ടു സെഡ് മാറ്റിയിട്ട് നെയിം സെലക്ട് ചെയ്തിട്ട് സെഡ് ടു എ കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം വിവേക്, പിന്നെ സുഭാഷ്, പിന്നെ സൽമ, പിന്നെ നീന, ആ രീതിയിൽ വരും. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അസെൻഡിങ് ഓർഡറിൽ ചെയ്യണമെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ ചെയ്യുക, ഡിസെൻഡിങ് ഓർഡറിൽ വേണമെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ ചെയ്യുക. ഓക്കെ, ഇനി നമ്പേഴ്സാണ് സോർട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ, മലയാളത്തിലെ മാർക്കാണ് സോർട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മലയാളം സെലക്ട് ചെയ്തിട്ട് ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് കൊടുക്കുമ്പോൾ മലയാളത്തിൽ ഏറ്റവും വലിയ മാർക്ക് ആർക്കാണ് കിട്ടിയത് അതിന് കുറവ്. അപ്പോൾ നമ്മളിവിടെ ഓക്കെ കൊടുക്കുന്ന സമയത്ത് മലയാളത്തിലെ ഏറ്റവും വലിയ മാർക്ക് 345, എങ്ങനെയോ ടൈപ്പ് ചെയ്തപ്പോൾ വന്നാണ് 340, മാറിപ്പോയത്. അപ്പോൾ 345, പിന്നെ 98, പിന്നെ 88, പിന്നെ 78, 67 ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഈ 345 മനോഹരനായി പോയി. അടുത്തത് ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫിൽറ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യം ഉള്ളത് മാത്രം തരംതിരിച്ച് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്നതിനെയാണ് നമ്മൾ ഫിൽറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഡാറ്റയ്ക്കകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ കമാൻഡുകൾക്കും ടേബിൾ സെലക്ട് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. ടേബിളിനകത്ത് സെല്ലിന് പുറത്ത് വരരുത് സെലക്ഷൻസ്, ഈ ടേബിളിനകത്ത് വേണം. ടേബിളിന് പുറത്ത് വരരുത് സെലക്ഷൻ. ടേബിളിനകത്ത് എവിടെയെങ്കിലും സെലക്ഷൻ ഉണ്ടെങ്കിൽ ടേബിൾ ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ആയിക്കോളും. ഞാനിപ്പം ഈ ഫിൽറ്ററിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടേബിളിലെ ഓരോ ഹെഡിങ്സിനും ഒരു ആരോ വരും, ഫിൽറ്റർ. അപ്പോൾ ഇങ്ങനെ ആരോ കണ്ടാൽ ഓൾറെഡി ഇത് ഫിൽറ്റർ ഇട്ടിട്ടുണ്ട്. ഈ ടേബിളിൽ നമ്മൾ ഫിൽറ്റർ ഓൺ ആക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഫിൽറ്റർ ഇട്ടിട്ടുണ്ടെന്ന് മനസ്സിലാവും. അതായത് മുകളിൽ ഹെഡിങ്ങിന് ആരോ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഫിൽറ്ററിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക്
ഈ നെയിം എന്നുള്ളതിൽ പോയിട്ട് ഞാൻ ഈ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നെയിം നമുക്ക് ഈ ഫിൽറ്ററിൽ സോർട്ട് എ ടു സെഡ് കൊടുത്താൽ അജി, അജിത, അജിത, എൻ, ദാസ് ആ ഓർഡറിൽ വരും. അതേസമയം സോർട്ട് ഡിസൈനിങ് കൊടുത്താൽ അപ്പം നമ്മൾ സോർട്ട് ചെയ്യാൻ വേണ്ടി നമുക്കൊരു കമാൻഡ് ഉണ്ടായിരുന്നു. അത് സോർട്ടിൽ മാത്രമല്ല ഫിൽറ്റർ എടുത്താലും നമുക്ക് ഓരോ ഹെഡിങ്ങിനും നമുക്ക് വേണമെങ്കിൽ സോർട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് കൂടാണ്ട് നമ്മളിവിടെ ഈ സെർച്ച് എന്ന് പറഞ്ഞാൽ ഇതിനിവിടെ ഒരു സെലക്ട് ഓൾ എന്ന് കാണാം. ഈ സെലക്ട് ഓൾ എന്നുള്ളതിൽ ഈ ടിക്കിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, മൗസ് ഉപയോഗിച്ച് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ഷൻ കംപ്ലീറ്റ്ലി പോകും. എന്നിട്ട് ഞാനിവിടെ ദാസ് എന്നുള്ള ആളുടെ പേര് മാത്രം ഞാൻ ടിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുത്താൽ അയാളുടെ ഡാറ്റ മാത്രം, അയാളുടെ പേരും അയാളുടെ മാർക്കും മാത്രമായിട്ട് വരും. നമുക്ക് വലിയ ടേബിളൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനകത്ത് ഇൻഡിവിജ്വൽ ആളെടുത്തിട്ട് അത് മാത്രം ഒന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം ടിക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫിൽട്ടർ ചെയ്തിട്ടുള്ളത് ഏത് ഹെഡിങ്ങിനാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഫിൽറ്ററിൻ്റെ ചിഹ്നം, ഈ ഫിൽറ്ററിൻ്റെ ഈ ചിഹ്നം ആ ഒരു ഹെഡിങ്ങും ഉണ്ടാവും. ആരോയ്ക്ക് പകരം ഫിൽറ്ററിൻ്റെ ചിഹ്നം വന്നാൽ ആ ഒരു ഹെഡിങ് ആണ് നമ്മൾ ഫിൽട്ടർ ചെയ്തിട്ടുള്ളത് മനസ്സിലാവും. അതിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ഓൾ കൊടുത്താലേ ഇത് പഴയ പോലെ ആവുള്ളൂ. നമുക്ക് ഓരോന്നും ഇങ്ങനെ ഫിൽട്ടർ ചെയ്ത് നോക്കാം. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം തന്നെ ഫിൽട്ടർ. ഇപ്പോൾ ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇതിന് അഡ്വാൻസ് ആയിട്ടുള്ള ഫിൽറ്റേഴ്സൊക്കെ വരുന്നത്. ഞാനിവിടെ സെലക്ഷൻ ഒഴിവാക്കിയിട്ട് ഞാനിവിടെ ഫാസിൽ എന്നുള്ളതിൽ ടിക്ക് ചെയ്തു, കിരൺ എന്നുള്ളതിൽ ടിക്ക് ചെയ്തു, ഗീത എന്നുള്ള പേര് ടിക്ക് ചെയ്തു. അപ്പോൾ ഓക്കെ കൊടുത്താൽ ആ മൂന്നാളുടെ ലിസ്റ്റ് മാത്രമായിട്ട് വരും. അപ്പോൾ ഓരോ ഹെഡിങ്ങിലും നമുക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്തിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് ആ ഫിൽട്ടർ ചെയ്ത ഹെഡിങ്ങിൽ തന്നെ പോയിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ഓൾ കൊടുക്കുമ്പോൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പഴയ രൂപത്തിലേക്ക് തന്നെ മാറും ചെയ്യും. ഇത് നെയിമിൻ്റെ കേസിൽ മാത്രമല്ല, മലയാളം, മാത്സ്, ഇംഗ്ലീഷ്, IT, SS, ഹിന്ദി എല്ലാ സബ്ജക്റ്റിലും നമുക്ക് ചെയ്തു നോക്കാം. ഇപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷ് എന്നുള്ള സബ്ജക്റ്റ് സെലക്ഷൻ ഒഴിവാക്കിയിട്ട് നമുക്ക് 56 മാർക്ക് കിട്ടിയ ആളുടെ ലിസ്റ്റ് മാത്രം, 56 കിട്ടിയ കുറേ പേരുണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ 56 മാർക്ക് കിട്ടിയ എല്ലാവരുടെ ലിസ്റ്റും വരും. ഇതിന് 2 പേരുണ്ട് 56 കിട്ടിയിട്ടില്ല. അപ്പോൾ 56 ഫിൽട്ടർ ചെയ്യുമ്പോൾ 56 മാർക്ക് ആർക്കൊക്കെയാണോ കിട്ടിയത് ആ മാർക്കുള്ള ആ ഡാറ്റ മാത്രം നമുക്ക് കാണാൻ പറ്റും. ഇനി പഴയ പോലെ ആവണമെങ്കിൽ നമ്മൾ ഇവിടെ പോയിട്ട് സെലക്ടോൾ കൊടുത്തിട്ട് കാര്യമില്ല. ഓക്കെ അല്ലേ, അറ്റൻഡ് ടീച്ചർ ഈ ഫിൽട്ടർ ടീച്ചർ ഒരു 5 മിനിറ്റ് ടീച്ചർ ഒന്ന് ചെയ്ത് നോക്കി, അപ്പോഴേക്കും ഞാൻ വരാം. ഫിൽട്ടർ ചെയ്ത് നോക്കിയോ? ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ഫിൽറ്ററിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ സിമ്പിളായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ സെലക്ഷൻ ഒഴിവാക്കുക, നമ്മൾ ടിക്ക് ചെയ്യുന്നത് മാത്രം, മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇതൊന്നും ചെയ്യുക. സിംഗിൾ ഒന്ന് മാത്രമല്ല, എത്ര വേണമെങ്കിൽ നമുക്ക് ലിസ്റ്റ് ചെയ്തിട്ട് ടിക്ക് ചെയ്തിട്ട് കൊടുത്താൽ ആ ടോട്ടലുകൾ മാത്രമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് കണ്ടീഷനൊക്കെ കൊടുക്കാം. കണ്ടീഷൻ കൊടുക്കുക എങ്ങനെയാ വെച്ചാലും, ഇപ്പം ഞാനിവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്പർ ഫിൽറ്ററിനകത്ത് ഗ്രേറ്റർ ദാൻ എടുത്തു കഴിഞ്ഞാൽ ഞാൻ എനിക്കിപ്പോൾ ഇതിപ്പോൾ ടീച്ചർ കാണേണ്ടത് വെച്ചാൽ ഇതിനിപ്പോൾ ഒരു 20 സ്റ്റുഡൻ്റായിട്ട് കാണരുത്, ഒരു 200-300 സ്റ്റുഡൻസ് ഉള്ളതായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ എനിക്കിപ്പോൾ പെട്ടെന്ന് ആ 200-300 സ്റ്റുഡൻറ്റിൽ നിന്ന് എനിക്കിപ്പോൾ ഒരു 400 മാർക്കിന് മുകളിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്, അത് ആരൊക്കെ എന്ന് കാണുന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ ഫിൽറ്ററിൽ ഗ്രേറ്റർ ദാനിൽ ഇവിടെ വെറുതെ 400 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 400-ന് മുകളിൽ കിട്ടിയ മാർക്ക് മാത്രമേ വരുള്ളൂ. 3 പേർക്കാണ് 400-ന് മുകളിൽ മാർക്ക് കിട്ടിയിട്ടില്ലേ. സൽമയ്ക്ക് 417, ജീനയ്ക്ക് 430, ഫാസിൽ 460. അപ്പോൾ വലിയൊരു ഡാറ്റയിൽ നിന്ന് നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ട ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഒരു ഡാറ്റ മാത്രമായിട്ട് നമുക്ക് എടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് സാധിക്കും, ഫിൽറ്ററിൻ്റെ സഹായത്തോടെ എളുപ്പത്തിൽ സാധിക്കും. കാരണം നമുക്ക് ചിലപ്പം ഈ 400-ന് മുകളിലുള്ള രണ്ടാമത്തെ ആൾക്ക് 400-ന് മുകളിലായിരിക്കും, പിന്നെ
56-ാമത്തെ ആൾക്കായിരിക്കും, പിന്നെ 98-ാമത്തെ ആൾക്കായിരിക്കും, പിന്നെ 150-ാമത്തെ ആൾക്കായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. പിന്നെ മിസ്റ്റേക്ക് എണ്ണം തെറ്റാനും ചാൻസ് ഉണ്ട്, ചിലപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ പെടാണ്ടിരിക്കാനും സാധ്യതയുണ്ട്. ഇതൊക്കെ നമുക്ക് ഈ ഫിൽട്ടർ ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കും. ഈ സെലക്ട് ഓൾ ടിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുത്താൽ ടോട്ടൽ വരും. അപ്പോൾ എൻ്റെ ആവശ്യം ഗ്രേറ്റർ ദാൻ അല്ല, ലെസ് ദാൻ എന്ത് വേണമെങ്കിൽ എടുക്കാം. ഈക്വൽ എന്ന് കൊടുത്താൽ നമ്മൾ എന്താണോ കൊടുക്കുന്ന വാല്യൂ, എന്ത് ടോട്ടൽ മാർക്ക് എത്രയാണ് കൊടുക്കുന്നത് അത് കിട്ടിയ ആൾക്കാരുടെ ലിസ്റ്റ് മാത്രം വരും. ഡസ് നോട്ട് ഈക്വൽ എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്നതല്ലാത്തൊക്കെ വരും. ഗ്രേറ്റർ ദാൻ ഉണ്ട്. ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സംഖ്യയാണോ കൊടുക്കുന്നത് അതിന് മുകളിലുള്ള മാർക്ക് മാത്രമേ കാണിക്കുള്ളൂ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നമ്മൾ കൊടുക്കുന്ന മാർക്കും അതിന് മുകളിലുള്ള മാർക്കും കാണിക്കും. നമ്മൾ 400 കൊടുത്താൽ 400ഉം അതിന് മുകളിലുള്ളതും വരും. ഗ്രേറ്റർ ദാനിൽ 400 കൊടുത്താൽ 400 വരില്ല, 400ന് മുകളിലുള്ള മാത്രമേ വരുള്ളൂ. ലെസ് ദാൻ വരുന്നുണ്ട്, നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിൻ്റെ താഴെ വരുന്ന ഇത് മാത്രം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. പിന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്, നമ്മൾ കൊടുക്കുന്ന മാർക്കും അതിന് താഴെ, മാർക്കോ എന്തോ ആയിക്കോട്ടെ സംഖ്യ. ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ബിറ്റ്വീൻ്റെ കേസിൽ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ടാവും. ഗ്രേറ്റർ ദാൻ ഉണ്ടോ, ലെസ് ദാൻ ഉണ്ടോ. ഞാൻ ഗ്രേറ്റർ ദാനിൽ ഞാൻ ഇടക്കുള്ളത് 300 കൊടുത്തു, ലെസ് ദാനിൽ ഞാൻ പോയിട്ട് 360 കൊടുത്തു. അപ്പോൾ 360ക്കും 360 ഇവിടെ ഞാൻ ഈക്വൽ, ഇവിടെ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ 360 ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് 300നും 360നും ഇടയിലുള്ള ടോട്ടൽ മാർക്കുകൾ മാത്രമേ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടുള്ളൂ. ഓക്കെ, ക്ലിയർ. പിന്നെ വരുന്നത് അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്, ചിലതൊക്കെ എല്ലാം നോക്കുക. ബിറ്റ്വീന് കഴിഞ്ഞാൽ ടോപ്പ് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പിൽ നിൽക്കുന്ന 10 എണ്ണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. 300 സ്റ്റുഡൻ്റ് ഉണ്ടെങ്കിൽ ആ 300ൽ ആദ്യത്തെ 10 പേര്, ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ 10 പേരെയാണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ ടോപ്പ് 10 എന്ന് പറയുന്നത്. അതിനാണ് ടോപ്പ് 10 എന്നുള്ള പേര് ടോപ്പ് 10 ആണ് എങ്കിലും നമുക്ക് എത്ര വേണമെങ്കിൽ കാണാം, ടോപ്പ് 10 തന്നെ കാണണമെന്നില്ല. നമ്മൾ ഈ ആരോയിൽ താഴേക്ക്, അതെ, ഈ താഴേക്കുള്ള ഡൗൺ ആരോ പ്രസ് ചെയ്തിട്ട് എനിക്ക് ആദ്യത്തെ 2 പേർക്ക് മാത്രം നമ്മൾ കണ്ടാൽ മതി. ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുക ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും കിട്ടിയാൽ മതി. ഫസ്റ്റ് സെക്കൻഡ് കൊടുത്ത് ഓക്കെ കൊടുത്താൽ 2 പേര്, ജീന 433, ഫാസിൽ 460, ഈ 2 പേരാണ് ഏറ്റവും കൂടുതൽ. നമ്മുടെ കമാൻഡിൻ്റെ പേര് ടോപ്പ് 10 ആണ്, പക്ഷേ ടോപ്പ് 3, ടോപ്പ് 2, ടോപ്പ് 5, ടോപ്പ് 11, ടോപ്പ് 15, ടോപ്പ് 16 ഒക്കെ കാണാൻ നമുക്ക്. നമുക്ക് എത്ര ഡാറ്റ ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിൽ സെലക്ട് ഓളിൽ പോയാൽ ഇത് പഴയ പോലെ ആവുള്ളൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ടോപ്പ് എന്ന് പറയുമ്പോൾ മുകളിലുള്ളതാണ് ഏറ്റവും കൂടുതൽ. ടോപ്പ് എന്നുള്ള പേര് ഏറ്റവും മുകളിലുള്ള 10 ആൾക്കാരെ ആണ് കാണാൻ ഇതിനകത്ത് ഡിഫോൾട്ട് ആയിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് അതിനകത്ത് 2, 3, 4, 5 ഒക്കെ കാണാം. അപ്പോൾ നമ്മുടെ മൈൻഡിൽ വരും, അപ്പോൾ ഏറ്റവും കുറഞ്ഞ മാർക്കുള്ള ആൾക്കാരുടെ എങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ടോപ്പ് എന്നുള്ളത് മാറ്റിയിട്ട് താഴെ ബോട്ടം സെലക്ട് ചെയ്യാം. ഇവിടെ ഷോ എന്നുള്ളടത്ത് ടോപ്പ് എന്നുള്ളത് ആരോ ക്ലിക്ക് ചെയ്താൽ ബോട്ടം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ മാർക്ക് കിട്ടിയ ഒരു 3 പേരോ അല്ലെങ്കിൽ 2 പേരോ കാണുന്നുണ്ടെങ്കിൽ 2 കൊടുത്തിട്ട് ഓക്കെ കൊടുത്താൽ ഏറ്റവും കുറഞ്ഞ മാർക്ക് കിട്ടിയ 2 പേരെ നമുക്ക് അതിനകത്ത് സെലക്ട് ചെയ്യാം. അപ്പോൾ ടോപ്പും കാണാം, ബോട്ടം നമുക്ക് ഇതിനകത്ത് ചെക്ക് ചെയ്യാം. അതാണ് ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ. പിന്നെ ഒരു എബോവ് ആവറേജും ബിലോ നമുക്കിതിനകത്ത് വരുന്നത്. എബോ ആവറേജ് വരുന്നുണ്ട്, ബിലോ ആവറേജ് വരുന്നുണ്ട്. ഇപ്പോൾ എബോ ആവറേജ് നമുക്കിങ്ങനെ ക്ലിക്ക് ചെയ്ത് തന്നെ കാണിക്കും. അതുപോലെ തന്നെ ബിലോ ആവറേജും ഇതുപോലെ തന്നെ നമുക്ക് നമ്പർ ഫിൽറ്ററിൽ പോയിട്ട് ബിലോ ആവറേജ് ആയിട്ടുള്ള ആൾക്കാരെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് സെലക്ട് ഓൾ കൊടുത്തു. അപ്പോൾ ബിലോ ആവറേജിന് താഴെയുള്ള ആൾക്കാരും ആവറേജിന് മുകളിലുള്ള ആൾക്കാരെയും കാണണമെങ്കിൽ അങ്ങനെയുള്ള ഓപ്ഷൻ നമുക്ക് ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്പർ ഫിൽറ്ററിനകത്ത് വരുന്നത്.